മതി, പട്ടിയും തെറ്റിക്കണ്ട. ശരി. ഹായ് വല്യമാമ. വരണൂന്ന് ബ്രഹ്മദത്തം പറയണ്ടായി. എന്താ വയ്യേ? നേരത്തെ പുറപ്പെട്ടു. ഷൊർണൂരും ട്രിവാൻഡ്രത്തൊക്കെ ഒന്ന് കറങ്ങാനുണ്ടായിരുന്നു. ബോംബെയിൽ ജീവിക്കണ നിനക്കെന്താടോ ഹരി ഷൊർണൂർ കാര്യം? ഒന്നും പറയണ്ടെന്റെ വല്യമാമേ. ഓൾ ഇന്ത്യ കൾച്ചറൽ സൊസൈറ്റിയുടെ കേരളത്തിലെ ചാർജ് എനിക്കല്ലേ. ആ, നിന്റെ കൾച്ചറൽ പ്രോഗ്രാമിന് പറ്റിയ ഒരാളെ ഞാൻ പരിചയപ്പെട്ടിട്ട് തരാം. കേട്ടിട്ടുണ്ടാവും, പല്ലാവൂർ ദേവനാരായണൻ. മൈ ഗുഡ്നസ്, അന്വേഷിച്ച് നടക്കായിരുന്നു ഞാൻ ആ ജീനിയസിനെ. എവിടെയുണ്ട് ഞാൻ? ഒരു കായകൽപ്പട്ടിന് വന്നിരിക്കുക. കുറച്ച് ദിവസം ഉണ്ടാവും. നീ ഇപ്പൊ വിശ്രമിക്ക്, ഞാൻ പരിചയപ്പെടുത്താം. ശരി. ഹായ് ഓപ്പോളെ, സുഖാണോ? അല്ല ഹരി, നീ എപ്പോന്നു? ഞാൻ ഇപ്പൊ എത്തിയുള്ളൂ ഓപ്പോളെ. സുഖല്ലേ? ആ. ഹായ് സീത, നീ ആളൊന്ന് സ്മാർട്ട് ആയിട്ടുണ്ടല്ലോ. എങ്ങനെയുണ്ട് നിന്റെ ഭരതനാട്യം മോഹിനിയാട്ടമൊക്കെ? ഒരു ഗുരുവിനെ വീണ് കിട്ടിയിട്ടുണ്ട്, പല്ലാവൂരിനെ. ചില പുതിയ കമ്പോസിംഗ് പ്രാക്ടീസും ഒക്കെ ആയി ഇത്തിരി സജീവ. വെരി ഗുഡ്. എന്നെ പരിചയപ്പെടുത്തി തരാന്ന് പറഞ്ഞിട്ടുണ്ട് വല്യമാമ. ഓപ്പോളെ, ഞാൻ നാളെ കണ്ടിട്ട് വരാം. സീത, നിന്റെ ആങ്ങളെയും വിശ്വസിച്ച് ഇറങ്ങി തിരിച്ചാ വല്യമാവിന്റെ മുമ്പിൽ ഞാൻ വിട്ടിയാവുന്ന എന്റെ പേടി. ഇത്രയ്ക്ക് ധൈര്യമില്ല അച്ഛാ. ഏട്ടൻ എന്തിനാ വലിയൊരു പ്രോജക്റ്റായി മൂവ് ചെയ്യുന്നേ? മിണ്ടരുത്. ആടലോടവും അഷ്ടചൂർണവും ഒക്കെ അരച്ച് കലക്കി ഞാൻ ഇവിടെ തന്നെ കഴിഞ്ഞുകൂടുന്ന നിന്റെ ആഗ്രഹം? ഇതെന്റെ ഡ്രീം പ്രോജക്റ്റ് ആണ്. നോക്കിക്കോ നീ, ഞാനിത് വലിയൊരു എസ്റ്റാബ്ലിഷ്മെന്റ് ആക്കും. ഈ ഹരി എവിടെ പോയി കിടക്കുക? പല്ലാവൂരിന്റെ അടുത്തായിരിക്കും. ഒരു വട്ടിന് മറ്റൊരു വട്ട് കൂട്ട്. ഇതാ ഞാൻ പറഞ്ഞേ, അവന്റെ കാര്യം എത്രയേ ഉള്ളൂ. ഒരു ചെണ്ടോ തൊടിയോ കണ്ട അവിടെ വീണ് കിടക്കും. സമ്മതിച്ചിരിക്കുന്ന അളിയ ഒരു അസാധ്യ ജന്മം തന്നെ. പുള്ളിയെ ഞാൻ യൂട്ടിലൈസ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുക. ഇത്തവണത്തെ വരവെന്തായാലും വേസ്റ്റ് ആയില്ല. ഹരി, നീ ഇവിടെ എന്തിനാ വന്നതെന്ന് മറന്നുവോ? ദാ ഒരാൾ ഇവിടെ കിടന്ന് കയറ് പൊട്ടിക്കുക. ആ കാര്യം ഞാൻ ഏറ്റെന്ന് പറഞ്ഞില്ല അളിയ. പറഞ്ഞ് പ്രലോഭിപ്പിച്ച കാര്യങ്ങളൊക്കെ അവതാരത്തിലാക്കിയിട്ട് നീ അങ്ങ് മുങ്ങരുത്. പിന്നെ അളിയനാണ് നോക്കില്ല ഞാൻ. അളിയ, ബോംബെയിൽ എത്തിയാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഞാൻ എല്ലാവരെയും കോൺടാക്ട് ചെയ്ത് അളിയനെ വിവരം അറിയിച്ചോളാം. ആദ്യം ഒരു ഗ്ലാസ് ബിയർ, then ബിസിനസ്. ആശങ്ക വേണ്ട, ഒന്നുകൂടെ മുഴിഞ്ഞ് നേരാക്കാനുണ്ട്. നന്ദിയുണ്ട്. ഹായ്, എല്ലാ നന്ദിയും മേഴത്തൂർ ഭഗവതിക്ക്. നീർക്കെട്ട് വീഴാതിരിക്കാൻ ഒന്ന് കെട്ടണം. വരിക. ഈ ശുഭമുഹൂർത്തത്തിൽ തന്നെ വന്നെത്തിയല്ലോ, ഭാഗ്യം. ആദ്യം അങ്ങോട്ട് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ദേവ. സങ്കടം വരുമ്പോ ഒന്നിച്ച്, സന്തോഷം വരുമ്പോ അതും ഒന്നിച്ച്. ഇപ്പൊ ഒരു വിശേഷപ്പെട്ട വാർത്ത അറിയിക്കാനാ ഞങ്ങൾ വന്നത്. സംഗീത നാടക അക്കാദമിയുടെ ഫെലോഷിപ്പ് ഉണ്ട് ദേവന്. തൃശ്ശൂർന്ന് രാമോണമത്തമ്മ വിളിച്ചു പറഞ്ഞതാ. നാളത്തെ പത്രത്തിൽ കാണാം. മേഴത്തൂർ ഭഗവതിക്ക് പല്ലാവൂരപ്പനോട് പ്രണയം തോന്നി തുടങ്ങിയിരിക്കുന്നു. സീതാലക്ഷ്മി, എന്താ കുട്ടി ഇവിടെ വന്നിരിക്കണേ? ഇനി തിരയാൻ ഒരു സ്ഥലവും ബാക്കിയില്ല. എഴുന്നേറ്റ് വാ, മുത്തച്ഛൻ തിരക്കണു. ഓപ്പോള് പൊക്കോള്, ഞാൻ ഇത്തിരി നേരം ഇവിടെ ഒറ്റയ്ക്കിരിക്കട്ടെ. അങ്ങനെ ഇപ്പൊ നീ ഇവിടെ ഒറ്റയ്ക്കിരിക്കണ്ട. എന്താ, ഞാൻ കൊളുത്തി ചെടി ചാകുമെന്ന് വിചാരിച്ചിട്ടാ? ഇല്ല ഓപ്പോളെ, അങ്ങനൊന്നും ഇനി ഉണ്ടാവില്ല. ജീവിക്കണം എനിക്ക്. ഇനി എന്റെ മുമ്പില് വെളിച്ചമുണ്ട്. വീഴാൻ പോകുമ്പോ മുറുക്കി പിടിക്കാൻ ഒരു കൈയുണ്ട്. ഓപ്പോളെ, ഇപ്പൊ ഞാൻ ഒറ്റയ്ക്കല്ല, മനസ്സെ കൊണ്ടു നടക്കാൻ തുടങ്ങിയിരിക്കണോ ഞാനൊരാളെ. നീ എന്തൊക്കെയായി പറയണേ? ഓപ്പോള് കേട്ടില്ല മുത്തശ്ശൻ പറഞ്ഞത്?
സത്യാണ് തോപ്പോളെ. ഈ മേഴത്തൂർ ഭഗവതി പല്ലാവൂരപ്പനെ പ്രണയിച്ചു തുടങ്ങിയിരിക്കണോ മോളെ? ജീവിതത്തില് ആദ്യമായിട്ട് ഒരാളെ മോഹിക്കുകയാണ് ഡോപ്പോളെ. എല്ലാം ഒരു കയറും തുമ്പ് തൊടുക്കി കളയാൻ ഇടവരുത്തല്ലേ. ഞെട്ടിപ്പോയി ഞാൻ. അവളുടെ മനസ്സില് വല്ലാണ്ട് കയറിപ്പെട്ടിരിക്കുന്നു അയാള്. എങ്ങനെയാ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? ചാട്യക്കാരിയാണ് അവള്. എങ്ങനെയെങ്കിലും അവളെ പറഞ്ഞൊന്ന് പിന്തിരിപ്പിക്കണം. എന്തിന്? അവൾക്ക് അങ്ങനെ ഒരു മോഹം ഉണ്ടാച്ചാ എതിര് നിൽക്കണോ? എന്താ ഈ പറയണേ? അല്ല, അതിപ്പോ അതാണ് അവളുടെ വിധിയെങ്കിലോ? പ്രശ്ന വിചാരത്തിൽ ഞാനത് തെളിഞ്ഞു കണ്ടിരിക്കണു. എന്ത് ഭ്രാന്താ ഈ പറയണേ? കല്യാണം കഴിഞ്ഞ ഒരാളല്ലേ ദേവനാരായണൻ? അതെ, പക്ഷെ അവർ രണ്ട് ധ്രുവങ്ങളിലാ. വേണേച്ചാ പെട്ടെന്ന് അങ്ങോട്ട് വേർപെടുത്താവുന്നൊരു ഉറപ്പേ ആ ദാമ്പത്യത്തിനുള്ളൂ. എന്നാലും ജാതിയിൽ അയാൾ ആരാ? സ്വഭാവത്തിൽ എങ്ങനെയാ? ജന്മം കൊണ്ടല്ല, കർമ്മം കൊണ്ടാ ജാതി നിശ്ചയിക്കുക. പിന്നെ സ്വഭാവത്തിന്റെ കാര്യത്തില് ദേവനാരായണനെ പോലെ പൗരുഷം തികഞ്ഞ മറ്റൊരാളെ കണ്ടിട്ടുണ്ടോ? ഒറ്റ കാര്യത്തിലേ എനിക്ക് നിർബന്ധമുള്ളൂ, അവളുടെ കണ്ണീരിവിടെ വീഴരുത്. ഇനിയെല്ലാം ഈശ്വരേച്ഛ പോലെ നടക്കട്ടെ. ഭഗവാനെ. ഭ്രാന്തന്മാരെ ശീലിച്ച് ഇപ്പൊ ഭ്രാന്ത് വല്യമാമയ്ക്കായോ? ഇല്ല, സമ്മതിക്കില്ല ഞാൻ. ഒന്ന് പതുക്കെ പറയാ, അപ്പുറത്താരെങ്കിലും കേട്ടാ? കേക്കട്ടെ, വല്യമാമ തന്നെ കേക്കട്ടെ. തല വെട്ടച്ച വെട്ടട്ടെ. എന്നാലും ഈ നെറുകേട് ഞാൻ സമ്മതിക്കില്ല. എടുത്തു ചാടി എന്തെങ്കിലും ചെയ്യുന്ന ആളല്ല വല്യമാമ. നളിനറിയില്ലേ? അവളെന്തോ ഭ്രാന്ത് പറഞ്ഞു, ഓപ്പോളെന്തോ കേട്ടു, വല്യമാമ എന്തോ തീരുമാനിച്ചു. പിന്നെ എന്റെ ഒരു വിശ്വാസത്തിൽ ദേവനാരായണന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു വീഴ്ച ഉണ്ടാവില്ല. അയാളെ പറ്റി തനിക്ക് എന്തറിയാം? മതി ചികിത്സയും കായൽപ്പൊക്കെ അടിച്ചിറക്കി ഞാനവനെ. അളിയും വെറുതെ പ്രോബ്ലം ഒന്നും ഉണ്ടാക്കണ്ട. ഏറി വന്നാൽ ഒരാഴ്ച അയാൾ മടങ്ങി പോവില്ലേ? ഹരി പറഞ്ഞു കഴിഞ്ഞാൽ ശരി, നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കണ്ട. നിന്നെ പറഞ്ഞാ മതി. ശ്രദ്ധിക്കണായിരുന്നു നീ അവളെ. ഒരുങ്ങി കഴിഞ്ഞില്ലേ ദേവാ? എന്നിട്ട് അപ്പൊ വിളിച്ചു പറഞ്ഞ മറന്നോ? നാളെയല്ലേ ഫംഗ്ഷൻ? മറന്നു ഞാൻ. എന്താണോ തനിക്കെങ്കിലും ഒന്ന് ഓർമ്മപ്പെടുത്തായിരുന്നില്ലേ? അയ്യോ, ഫംഗ്ഷൻ മറന്നതല്ല, അതിന്റെ കാര്യം ഓർമ്മപ്പെടുത്തണം എന്ന് വിചാരിച്ചത് മറന്നുപോയി, അതാ പറ്റിയത്. തിരുമേനി ഒന്ന് കാണണം. ഇരുന്നോളൂ. സീതാലക്ഷ്മി, അറിഞ്ഞു, കൊണ്ടുപോകാൻ ആളെത്തിയില്ലേ? അതെ. മറന്നു പറഞ്ഞതൊക്കെ? പറഞ്ഞില്ലേ എന്നോട് മനസ്സ് ഭസ്മം തൊട്ട് തുടച്ചു മിനിക്ക് വെക്കണമെന്ന്? ഒക്കെ അനുസരിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ എന്റെ കൂടെ ഉണ്ടായാൽ മാത്രം മതി. എങ്ങോട്ട് പോവാണ്ടേ? സീതാലക്ഷ്മി, നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എന്ത് പറ്റി നിനക്ക്? ഇഷ്ടപ്പെട്ടു പോയി, വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയി. ഒന്ന് വിളിക്കൂ എന്നെ, കൂടെ ഇറങ്ങി വരാൻ ഞാൻ. മിണ്ടരുത്. നീ എന്താ വിചാരിച്ചേ? സങ്കടപ്പെട്ട് നടക്കുന്നുണ്ട് ഇത്തിരി കാര്യം കാണിച്ചപ്പോ? അപ്പൊ എന്നെ പറഞ്ഞു മോഹിപ്പിച്ചതൊക്കെ? എന്ത് മോഹിപ്പിച്ചു? ഞാനൊരു പാവാ ദേവേട്ട, എന്നെ ഇട്ടിച്ച് പോകരുത്. എനിക്ക് പേടിയാവുന്നു, എനിക്ക് പേടിയാവുന്നു, എനിക്ക് പേടിയാവുന്നു ദേവേട്ട, എനിക്ക് പേടിയാവുന്നു. പേടിക്കണ്ട, എനിക്ക് പേടിയാവുന്നു പേടിക്കണ്ട, ദേവേട്ടാ. പേടിക്കണ്ട. ഈശ്വരൻ വരും, വരും. ഞാൻ പോയിട്ട് വരും. വേണ്ടാത്തതിലേക്കൊന്നും മനസ്സിനെ വലിച്ചെടുക്കാതെ നല്ല കുട്ടിയായിട്ടിരിക്കും. എല്ലാം കേട്ടു, കണ്ടു. അവൾ എന്തൊക്കെയോ തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുക. തിരുമേനി ഒന്ന് അവളെ പറഞ്ഞ് മനസ്സിലാക്കണം. ഒരു ഉപദേശം കൊണ്ട് തിരുത്താവുന്ന നില വിട്ടിരിക്കണോ അവള്? നിനക്ക് രണ്ടാം ജന്മം നൽകി എനിക്ക് നീ ഒരു ദക്ഷിണ തരണം. നിന്റെ ജീവിതം ഞാൻ ചോദിക്കണം, എന്റെ സീതാലക്ഷ്മിക്ക് വേണ്ടി. എന്നെ കുറിച്ച് എല്ലാം അറിയില്ലേ തിരുമേനി? എനിക്കൊരു കുടുംബമുണ്ട്. ഇഷ്ടമില്ലാത്ത ഒന്നും നമ്മൾ മടിശീലെ കൊണ്ട് നടക്കാറില്ലല്ലോ ദേവ. വല്ലാവൂരിലെ നിന്റെ കാല് കെട്ടിട്ടിരിക്കണ ആ നൂലാചാരം ഒന്ന് അറ്റിച്ചാൽ അത് എന്റെ മോൾക്കൊരു പുണ്യാവില്ലേ? എന്താ പറഞ്ഞു? നൂലാചാരം അറ്റിക്കാനോ? സ്നേഹിച്ചിട്ടില്ലായിരിക്കാം. അഗ്നിസാക്ഷിയായി ഞാൻ താലി കെട്ടിയ പെണ്ണാണ് അവള്.
ചോദിച്ചില്ലേ ദക്ഷിണ എടുത്തോളൂ. ഈ വലങ്കൾ തന്നെ വെട്ടിയെടുത്തോളൂ. അല്ലെങ്കിൽ ഗുരുത്വദോഷത്തിന്റെ പേരിൽ ഈ മൂർധാവിൽ ഇരുത്തി വീഴട്ടെ എന്ന് ശപിച്ചോളൂ. വേറൊന്നും എന്നോട് ചോദിക്കരുത്. തിരുമേനിയോടൊന്ന് പറഞ്ഞിട്ട് വേണ്ട.